അപ്പോൾ ഇതൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. അപ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക്കൽ ആണ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് 2 ഷോ വാളിൻ്റെ ലൈറ്റ് ഉണ്ട്, ഡബിൾ സൈഡ് ലൈറ്റ്. അങ്ങനെ വന്ന് സെൻറ്റ് ഷെയ്ഡുമിക്ക് നമ്മൾ പ്രൊഫൈലാണോ അതോ സിലിണ്ടർ ലൈറ്റാണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. സിറ്റ് ഔട്ടിൽ 2 സീലിംഗ് ലൈറ്റ്, ഒരു ട്യൂബ് ലൈറ്റിൻ്റെ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ലിവിങ്ങിലേക്ക് വന്നാൽ അവിടെ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു പ്ലഗ് എക്സ്ട്രാ അവിടെ വെച്ചിട്ടുണ്ട്. സീലിങ്ങിൽ 4 ലൈറ്റ്, ഒരു ഫാൻ ഉണ്ട്. പിന്നെ നമുക്ക് ടി വിയുടെ പോയിൻറ്റിൽ മോഡേണായിട്ട് ടി വിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ പോയിൻറ്റുകളും. ഇപ്പം പിന്നെ നമുക്ക് പറയാനുള്ളത്, അതായത് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വർക്കിൽ എല്ലാ പൈപ്പ് 20 MMSൻ്റെ പൈപ്പാണ്, വളച്ചാണ് ബെൻഡടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് അഡാപ്റ്റർ ഇട്ടിട്ട് മാസ്ക് ടൈപ്പ് ചെയ്തിട്ട് ബോക്സിലേക്ക് സിമെൻറ്റൊന്നും കയറാത്ത രീതിയിൽ എല്ലാം സീലഡ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് എല്ലാം വേണ്ടതും ഒരു റൂമിൽ തന്നെ നോക്കുകയാണെങ്കിൽ കട്ടിലിൻ്റെ അവിടെ 2 സ്വിച്ച് ബോർഡ്, അതേപോലെ നമുക്ക് സ്റ്റഡി ടേബിളിൻ്റെ അവിടെ പ്ലഗ്, ഫുഡ് ലൈറ്റ്, സീലിങ്ങിൽ 4 ലൈറ്റ്, അതുപോലെ എക്സ്ട്രാ ബാത്റൂമിൽ എക്സോസ്റ്റ്, അങ്ങനെ നല്ല എല്ലാ പോയിൻറ്റുകളും നമ്മൾ ഈ വീട്ടിലിട്ടിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് വീട്, 2 ദിവസം. കിച്ചണിലൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് പൈപ്പുകളാണ് കേട്ടോ എല്ലാത്തിലും വന്നിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കലൊന്നുമില്ല. എല്ലാത്തിലേക്കും സെപ്പറേറ്റ് മെയിൻ വാഷിംഗ് മെഷീനായാലും ഫ്രിഡ്ജായാലും ഇൻഡക്ഷൻ കുക്കറായാലും ഓവണായാലും ഫിൽറ്ററായാലും എല്ലാത്തിനും നമ്മൾ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും പറയാം. 2 ദിവസത്തെ വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന. നമ്മുടേതായ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൽ അത്യാവശ്യം സീലിങ്ങിൽ വർക്ക് നടക്കുമ്പോൾ പ്ലാനൊക്കെ ചെയ്ത് പൈപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെക്നിക്കും കൂടി. ഓക്കെ.